പണി പാളിയല്ലോ ദൈവമേ. അപ്പൊ അവൾ ഉണർന്നിറങ്ങി വന്ന് എല്ലാം കണ്ടു കാണും. ഇപ്പൊ തുടങ്ങും അവള്. ഇന്നത്തെ കാര്യം അടിപൊളിയായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചു കയറാം. സ്നേഹേ, വാതിൽ തുറക്ക് സ്നേഹേ. സ്നേഹ, നീ എന്തിനാ വാതിൽ കുറ്റിയിട്ടത്? നീ എവിടെ പോയതാന്ന് ഞാൻ കണ്ടു. കണ്ടല്ലോ. ഞാൻ മുറിയുടെ പുറത്താണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും കുറ്റിയിടേണ്ട കാര്യമുണ്ടായിരുന്നോ? നിന്റെ ഈ ഒളിച്ചുകളി ഞാൻ അറിഞ്ഞെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാ കുറ്റിയിട്ടത്. അറിഞ്ഞല്ലോ. എന്നാ പിന്നെ നീ വാതിലടച്ചേക്ക്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ധനുഷിനൊന്നും മനസ്സിലായില്ലേ? എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോയി ചാടുന്നേ? നിന്നോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഉറങ്ങിയാ മതി. എന്താ നിന്റെ ഉദ്ദേശം? രാത്രി ഗൂഢാലോചന നടത്താൻ പോയിരിക്കുന്നു. ഇതിന് ഞാൻ സമ്മതിക്കില്ല. നീ എന്തിനാ അവരോട് വൈരാഗ്യം കാണിക്കുന്നേ? അവരെ നേരിൽ കാണുമ്പോ ഒരു സ്വഭാവം, കാണാത്തപ്പോ മറ്റൊരു സ്വഭാവം. ഈ ഡബിൾ ഗെയിം നല്ലതല്ല. എനിക്ക് ഇങ്ങനെ പറ്റൂ. പക്ഷെ എനിക്കത് പറ്റത്തില്ല. ഞാൻ നന്ദി കേട് കാണിക്കില്ല. അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാ നമ്മുടെ കുഞ്ഞു പോലും ഇല്ലാതായത്. നീ അത് മറക്കരുത്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഏതോ ഒരു ജോത്സ്യൻ വിവരക്കേട് പറഞ്ഞെന്നും കരുതി അത് വിശ്വസിക്കാനും മാത്രം ഞാനൊരു മണ്ടനല്ല. ജ്യോതിഷം കള്ളമല്ല. പക്ഷെ ജോത്സ്യന്മാര് പലരും കള്ളന്മാരാ. പൈസയ്ക്ക് വേണ്ടി എന്തും പറയാൻ മടിക്കാത്തവര്. അങ്ങനെ ഏതോ ഒരുത്തനാ ഈ വിവരമില്ലായ്മ പറഞ്ഞത്. അത് വിവരമില്ലായ്മയാണെന്ന് നീ പറയും. ഇനി നീ ഇത് എന്നോട് സംസാരിച്ചു പോരുത്. സംസാരിക്കും. നിന്നെ കൂടെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ അവരെ സമ്മതിക്കില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ചാവാൻ വിധിയുണ്ടെങ്കിൽ ചാവും. അത് നീയാണെങ്കിലും ഞാനാണെങ്കിലും. നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.